എന്റെ സെലക്ഷൻ അല്ലേ? ഈ ഒരു ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് ടൈം എന്റെ വുഡ് ബീം ഫ്രണ്ട് മീറ്റ് ചെയ്തല്ലോ. Today bought you some gifts. Wow. And also iPhone killer. നിനക്കത് ഇഷ്ടപ്പെട്ടോ? Awesome. എന്നാൽ ആ ഫോൺ നീ എടുത്തോ, എനിക്ക് ചെയ്യുന്നുണ്ടല്ലോ. Yes. ശ്രീ, എനിക്കറിയാം നിങ്ങൾ എത്ര തിക് ഫ്രണ്ട്സ് ആണെന്ന്, ബട്ട് അത് രണ്ടും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നേ. I bought them for you. ഈ ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് നിനക്കിരിക്കട്ടെ. ഉദയ്, I just come. Yeah. അങ്കിൾ, വരുന്ന ബുധനാഴ്ച ഒരു നല്ല മുഹൂർത്തമുണ്ട്. ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമില്ല. ഒന്ന് ഡാഡിയോട് സംസാരിച്ചിട്ട് കൺഫേം ശരി ചെയ്യും. മോനെ. നിനക്കെന്താ ഫീൽ ആയടാ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ കുറച്ച് ഓപ്പൺ പേഴ്സൺ ആന്ന്. ഹേയ് കില്ലർ, എനിക്ക് എന്ത് ഫീലിംഗ് ആടി? സത്യം പറ, ആളെ ഇഷ്ടമായോ? സത്യം പറയുകയാണെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട്. നീ കറക്റ്റ് പാർട്ടി തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നേ. നീ അവനെ എത്ര ലവ് ചെയ്യുന്നോ അത്ര പോസിറ്റീവായി എനിക്ക് ഫീൽ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ലവിന് നീ എത്ര മാർക്ക് ഇടും? 10 out of 10. വേണല്ല ആ ഫോൺ നീ തന്നെ ഉപയോഗിച്ചോന്നേ. നിന്റെ മജന് തന്ന ഫോണോ? വേണ്ട മോളല്ല. കേട്ടോ ഉദയ്, ഇവന് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലവിന് 10 out of 10 തന്നു. നൈസ്. ഉദയ്, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എത്ര മാർക്ക് തരും? ഏയ്, ദിസ് ഇസ് നോട്ട് ഫെയർ. ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് മാർക്ക് ഇടണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ടൈം വേണം. ടേക്ക് യുവർ ഓൺ ടൈം. ആ ക്യാഷ് എന്തിനാ നിനക്ക്? ചന്തുവിന് ഇഷ്ടപ്പെട്ട ഗിറ്റാർ വാങ്ങി ഗിഫ്റ്റ് കൊടുക്കാനോ? അല്ല, ഷോപ്പിംഗ് എന്ന് പറഞ്ഞു പോയിട്ട് ആളെ ഇതുവരെ കണ്ടില്ലല്ലോ. ഹലോ ആന്റി. ചന്തു, ആ ഓട്ടോയ്ക്ക് വെറുതെ കാശ് കൊടുക്കാതെ നിനക്ക് ഈ വണ്ടി പോയിക്കൂടായിരുന്നോ? വണ്ടി വാങ്ങിയത് അച്ഛന് വേണ്ടിയാ, എനിക്ക് വേണ്ടിയല്ല ആന്റി. അച്ഛൻ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേടാ. വേണമെങ്കിലും വേണ്ടെങ്കിലും അത് അച്ഛൻ്റെയാ. അവന്റെ ഒരു വാശി കണ്ടില്ലേ? ഇവളെ പോലെയൊന്നും അല്ല. ഇവന്റെ സ്വഭാവം എപ്പ മാറുമോ എന്തോ. ഉദയെന്ന് പറയുന്ന ഇയാളാ? അതെ. ഞങ്ങളുടെ ടീച്ചറെ കല്യാണം കഴിക്കുന്നത് ഇയാളാ? അതേലോ. എന്താ? നല്ലോണം നോക്കൂ. ഓ, മോക്ക് ടീച്ചറെ അത്രക്ക് ഇഷ്ടമാ? ഇയാള് നല്ലോണം നോക്കിയില്ലെങ്കിൽ പിന്നെയും വന്ന് ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ച് കൊന്നുകളയും. ആന്റി, അതേന്നെ. ഋതു ചന്തുവിന്റെ ഫ്രണ്ടാ. നമസ്കാരം ആന്റി. നമസ്തേ. എന്ത് സുന്ദരിയാ മോള്. ഒറ്റയ്ക്കാണ് വന്നത്? ഓക്കെ ആന്റി, ശരി, ഇപ്പൊ വരാം. അതെ, ആ പെൺകുട്ടിയൊന്ന് നോക്കിയേ. ചന്തുന്റെ ഫ്രണ്ടാ. അന്നൊന്നും ഇവര് വേറെ ആരെയും കൂട്ടുമായിരുന്നില്ല. റെക്കമെൻഡേഷൻ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ടാലന്റ് ഉണ്ടെങ്കിൽ. അതെ അതെ. ശ്രീമംഗലം വീട്ടിലെ പരേതനായ ശ്രീനിവാസൻ നായരുടെയും ശ്രീമതി വിജയലക്ഷ്മിയുടെയും ഏകമകള് മകനക്ഷത്രക്കാരിയായ ശ്രീലക്ഷ്മിയും പുത്തൻപുരയ്ക്കൽ വീട്ടിലെ ശ്രീ രാധാകൃഷ്ണമേനന്റെയും ശ്രീമതി ശാന്തമ്മയുടെയും ഏകമകൻ ഉത്രനക്ഷത്രക്കാരൻ ഉദയകുമാർ തമ്മിലുള്ള വിവാഹ നിശ്ചയ പത്രിക. ഇനി പത്രിക കൈമാറിക്കൊള്ളുക. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ജഗഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ I miss you too, baby. I'll call you back. പെൺകുട്ടികളുടെ റൂമിൽ കയറി വരുമ്പോ ഡോർ നോക്ക് ചെയ്യണമെന്നുള്ള കോമൺ സെൻസ് ഇല്ലേ? പെൺകുട്ടിയോ? ഈ റൂമിൽ പെൺകുട്ടി ഇല്ലല്ലോ. നീ എന്റെ കയ്യിന്ന് വാങ്ങും. ഓ മൈ ഗോഡ്. ലൈറ്റർ എടുക്കടാ. നീ എപ്പോഴാണ് സിഗരറ്റ് വലി തുടങ്ങിയത്? മര്യാദക്ക് ലൈറ്റർ എടുക്കാൻ. എന്നെ പോലത്തെ ഗുഡ് ബോയ്സിന് അത്തരം ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവില്ല. അതെ, നിന്റെ കച്ചേരി എന്റെ അടുത്ത് വേണ്ട, ഋതുവിന്റെ അടുത്ത് മതി. ഋതുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ നിർത്തി. അതെയോ? കേമായി. നീ ഷാരൂഖ് ഖാൻ, അവള് കജോള്. നിങ്ങളുടെ ലവ് സ്റ്റോറി ഖുഷി. ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞതാ സ്മോക്കിംഗ് നിർത്താൻ. ഇപ്പൊ ഋതു പറഞ്ഞപ്പോ അവൻ നിർത്തിന്ന്. ഏയ് കില്ലർ, ചിലതൊക്കെ ലവേഴ്സിന് വേണ്ടി അവോയ്ഡ് ചെയ്യുന്നതാ കിക്ക്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ആ ബസ് സ്റ്റോപ്പില്
ചെന്നൈയിൽ പോണ്ടാന്ന് പറഞ്ഞ് നിന്നോട് ഞാൻ കെഞ്ചിയില്ലേ? ഉദയ് വന്നോണ്ടല്ലേ നീ പോവാതിരുന്നേ? അവൻ വന്നോണ്ട് തന്നെ ഞാൻ പോവാതിരുന്നെ. നിനക്ക് എന്താടാ പ്രോബ്ലം? പോടാ. പോവാ. നാളെ എനിക്കും കൊച്ചിയിലേക്ക് പോണ്ടതാ. എന്തിനാടാ? ഇത് ഗുഡ് ക്വസ്റ്റ്യൻ. അവിടെ എയർടെൽ കമ്പനി മ്യൂസിക് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാം. ഞങ്ങളുടെ ബോസാ പറഞ്ഞത് ഒരു ബാൻഡ് ഗ്രൂപ്പിൽ ലീഡ് ഗിറ്റാറിസ്റ്റിനെ വേണമെന്ന്. അവിടെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് അങ്ങ് സെറ്റിൽ ആവും. എടാ ഞാനും കൂടി വരട്ടേടാ. നീയോ? എന്തിന്? അങ്കിളിന് വാക്ക് കൊടുത്തതാ, നിന്റെ ലൈഫ് സെറ്റിൽ ആകുന്നത് വരെ നിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്ന്. ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. നീ കൂടെ വന്നാ നിന്റെ ഉദയ് എന്താ വിചാരിക്കുക? അവനെയും കൂടെ ഞാൻ കൊണ്ടുവരും. വന്നില്ലെങ്കിലോടി? ഞാൻ വിളിച്ചാൽ അവൻ തീർച്ചയായിട്ടും വരും. എങ്കിലോക്കെ. എടാ ഫൽഗൂസ്, നിന്റെ കജോളിനെയും കൂടി കൊണ്ടുവാ. വിൽ ഫ്ലൈ. I'll try. അമ്മ ഞാൻ വരുന്നില്ല. ഞാനെന്തിനാ? അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. എനിക്ക് അവിടെ ബോറടിക്കും. അല്ലെങ്കിൽ തന്നെ ഷോപ്പ് ആര് നോക്കും? നീ കഴിഞ്ഞു പോയിക്കോ, എനിക്ക് പ്രോബ്ലം. ഞാൻ വിളിച്ചാൽ തീർച്ചയായിട്ടും വരും. നീ വിളിക്കുമ്പോ പൂച്ചക്കുട്ടിയെ പോലെ വരണമെങ്കിലേ അവൻ ചന്തു അല്ല, ഉദയ. അവന്റെ റേഞ്ച് വേറെയാ. ഹലോ, ഞാൻ കൊച്ചി വരെ ഒന്ന് പോവാ. എന്താ നിങ്ങൾക്ക് ഒരു ലിഫ്റ്റ് വേണോ? സത്യാണോ ഇത്? നീ നിന്റെ ഫ്രണ്ടിന് വേണ്ടി പോകുമ്പോ ഞാൻ എന്റെ ഫിയാൻസിക്ക് വേണ്ടി വരണ്ടേ? ലെറ്റ്സ് ഗോ. ഓക്കേ ബോസ്. ശ്രീ. സൂപ്പർ ബോസ്. താങ്ക്സ് ബോസ്. ചന്തു, ബാഗ്. ഋതു, എങ്ങോട്ടാ? അത്രയും ദിവസം നിന്നെ വിട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ലേഡീസ് മാലിട്ടോളൂ. ഇത് പിടി. ഇനി പോക. ഫാന്റാസ്റ്റിക്. വെൽക്കം. സൂപ്പറായി. താങ്ക്സ് കണ്ണയ്യ. കണ്ണയ്യ മട്ടുമല്ല പേര്, ക്ലാരിറ്റി കണ്ണയ്യ. ഫുൾ ക്ലാരിറ്റി. നിങ്ങൾ തമിഴാ? ആമാ ചേച്ചി. അമ്മ തമിഴാളി, അച്ഛൻ മലയാളി. ക്ലാരിറ്റി ഇല്ലാത്ത മാരേജ് ആയിരുന്നു. ഞാൻ ജനിച്ചപ്പോ ക്ലാരിറ്റി വന്നു, അടിച്ചു പിരിഞ്ഞു. ഓ, വൈ ട്രാജഡി? നോ ട്രാജഡി, ഓൺലി കോമഡി. ഓക്കെ, ഇതെടുത്ത് അകത്ത് വെച്ചേക്ക്. എന്താ ഇത്? അകത്തെടുത്ത് വെക്കണമെന്നല്ലാതെ എന്തെടുത്ത് വെക്കണമെന്ന് ക്ലാരിറ്റിയിൽ പറഞ്ഞോ? ഞാൻ പറഞ്ഞ ലഗേജിന്റെ കാര്യമാ. ഓ, ഇന്ത ലഗേജാ? ഇന്ത ലഗേജ് ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ലഗേജ് എടുത്ത് അകത്തേക്ക് എത്തിക്കേ. ആ, ഓക്കേ. ക്ലാരിറ്റി. അന്ത ലഗേജ് ഇന്ത ലഗേജ് സെയിം വെയിറ്റോ? നിനക്കൊരു ബാഡ് ന്യൂസ്. എന്താ? നിന്റെ റൂംമേറ്റ് ശ്രീയ. അടി കിട്ടും നിനക്ക്. നമ്മളും ഈ ഗിറ്റാറിലെ സ്ട്രിങ്സ് ഒരുപോലെയാ. ഓരോ സ്ട്രിങ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും എല്ലാം ഒരുമിച്ച് പ്ലേ ചെയ്താലേ നല്ല മ്യൂസിക് വരികയുള്ളൂ. നമ്മളും അങ്ങനെയാ. കറക്റ്റ്. എവറി 1 year ഒരു ബ്രേക്ക് എടുത്തോണ്ട് ഇങ്ങനെ ഹോളിഡേക്ക് വരണം. 1 yearോ? 6 months ഒരിക്കൽ വരികയാണെങ്കിൽ അതിലും നല്ലതല്ലേ? 6 monthsോ? ഒരു ചാൻസും ഇല്ല. വർഷത്തിൽ ഒരു തവണ കാണുന്നതിന് ബുദ്ധിമുട്ടാവും. മാരേജ് കഴിഞ്ഞ് നമ്മൾ US പോകുമല്ലോ. ഇവരാണെങ്കിൽ ഇവിടെയും. നമുക്ക് നമ്മുടെ എയിംസ്, ഗോൾസ്, ലൈഫ് അച്ചീവ്മെന്റ്സ് അതിന് തന്നെ സമയം കിട്ടില്ല. പിന്നെ എങ്ങനെയാ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നത്? ഏയ്, നിങ്ങളാരും ഡിസപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് പ്രാക്ടിക്കൽ, അതുകൊണ്ട് പറഞ്ഞതാ. എവിടെയായിരുന്നാലും ഹാപ്പി ആയിരുന്നാ മതി. എല്ലാവരും ഒരുമിച്ച് അതിലും ഹാപ്പി ആയിരിക്കും. യാ. ലെറ്റ്സ് ഗോ ഫോർ ഡിന്നർ. ചന്തു, ഇവിടൊന്നും ഇല്ല. ഇവിടെ ഇല്ലല്ലോ. കില്ലർ, എന്റെ ഗിറ്റാർ കാണുന്നില്ല. നീ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ ഇത്ര ടെൻഷൻ അടിച്ച് ചോദിച്ചിട്ടും നീ കൂളായിട്ടിരിക്കണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നീ തന്നെ ഒളിപ്പിച്ചത്. പോടാ. ബോസ്, ആ ക്ലാരിറ്റി കണ്ണയെ വിറകാന്ന് കരുതി കത്തിക്കാൻ എടുത്താണ്. പോയി ചോദിക്കും. അയ്യോ അയ്യോ.
killer, I'm going to kill it, Ray. Thank you. താങ്ക്സ് ഒക്കെ പഴയ സ്റ്റൈലാ. ഇനി വേറെ എന്തെങ്കിലും പറ. ഇത് വളരെ കോസ്റ്റ്ലി ഗിറ്റാറാ. നീ വല്ല ബാങ്കും കൊള്ളയടിച്ചോടി? കൊള്ളയടിച്ചത് ബാങ്കല്ല ബോസ്, എന്നെ. ഓഹോ, എന്നിട്ട് ക്രെഡിറ്റ് വിളിക്കല്ലേ ബോസ്? ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ബോസ്, വലിയ ഡയലോഗ് അടിക്കും, കയ്യിൽ നിന്ന് 5 പൈസ എടുക്കില്ല. കറക്റ്റാ ബോസ്. ബോസ്, this is too much. Awesome guitar killer. Chang 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 chang. ഞാൻ പറഞ്ഞില്ലേ. ഋതു എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഞാനാ തരേണ്ടിയിരുന്നത്. ആ? ബ്യൂട്ടിഫുൾ. അല്ലേ? I just love this guitar. Go and practice, Mr. Okay, Falgu. I'm going. അതെയോ? ഉദയ്, നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനന്ന് ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി ഇവൻ ഒരുത്തനെ തല്ലീന്ന്. ഓർക്കുന്നുണ്ട്. ഇപ്പൊ അതേ ബാൻഡിലാ ഇവൻ ചേർന്നിരിക്കുന്നത്. ഓ, പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ? Nothing. ലൈഫിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ആകുമെന്ന് പറയാനൊക്കില്ല. ഇന്നലെ എനിമീസ് ആയിരുന്നവര് ഇന്ന് ഫ്രണ്ട്സ് ആവുന്നു, ഇന്ന് ഫ്രണ്ട്സ് ആയിരിക്കുന്നവര് നാളെ എനിമീസും ആവുന്നു. നെക്സ്റ്റ് 15 days നമ്മൾ കാണാൻ പോകുന്ന പ്ലേസസ് കംപ്ലീറ്റ് ഡേ നൈറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. വി ഗോൺ ഹാവ് എ ബ്ലാസ്റ്റ്. നമ്മൾ വന്നത് അവനെ എൻകറേജ് ചെയ്യാനല്ലേ. ഷോ കഴിയുന്നത് വരെ എങ്ങോട്ടും പോകരുത്. ആ ആന്റി, അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശ്രീ, ആ. ഇന്ത്യ ബാറ്റിംഗ്, വാ നമുക്ക് കളി കാണാം. ഇല്ല ഉദയ്, ഞാൻ ചന്തുന്റെ പ്രാക്ടീസിന് പോവാ. ആ ആന്റി, നോക്കൂ ആന്റി. 4 days കോമ്പറ്റീഷൻ വെച്ചിട്ട് കാർ ക്ലീൻ ചെയ്തോ. പോയി പ്രാക്ടീസ് ചെയ്യടാ. ടെൻഷൻ അടിക്കാതെ കില്ലർ. കോമ്പറ്റീഷൻ വിന്നറായി ഋതുവിന് താജ്മഹൽ കെട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് നിനക്ക് ഓൾറെഡി കലാമണ്ഡലം ഫിക്സ് ചെയ്തിരിക്കുകയല്ലേ? കൊല്ലോടെ ഫൽഗു. ഐ സീ ദെൻ. ഓക്കേ, ബൈ ഡാ. ശ്രീ, ആ? കാർത്തിക വിളിച്ചത് ട്രിവാൻഡ്രത്തെത്തിന്ന്. കുട്ടി കാർത്തിക്കോ, നിന്റെ കൊള്ളി? യാ, നീ ബാഗ് പാക്ക് ചെയ്യ്. 2 days നമ്മൾ അവിടെ ആയിരിക്കും. സോറി ഉദയ്, ഞാൻ വരുന്നില്ല. നീ വേണേ പോയിക്കോ. അവനോട് നമ്മൾ ചെല്ലൂന്ന് പറഞ്ഞു പോയി ശ്രീ. ജസ്റ്റ് 2 days. പോയിട്ട് വാ കില്ലർ, 2 days അല്ലേ? ചെല്ല് ശ്രീ, എൻജോയ്മെന്റ് അല്ലേ? നോ, ഞാൻ പോകുന്നില്ല. വാട്ട്സ് യുവർ പ്രോബ്ലം ശ്രീ? ഇവൻ ഓൾറെഡി അടികൂടിയ ബാൻഡിലാ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിനിടയിൽ എപ്പോ എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷനിലാ ഞാനിപ്പോ. ഷോ കഴിയുന്നത് വരെ എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും നടക്കില്ല. ചന്തു, I'm sorry. ചന്തു, മാറ്. എവിടെ? അയ്യോ. Wait. നിനക്കെന്താ ഭ്രാന്താ? ഈ ചെറിയ കാര്യത്തിന് ഇത്ര ഇറിറ്റേറ്റഡ് ആവോ? ശ്രീ, നല്ല വേദന ഉണ്ടോടാ? ഇവൻ ഈ ഷോ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയോ? ഇനി എങ്ങനെ ഇവൻ പെർഫോം ചെയ്യും? ജസ്റ്റ് 4 days മാത്രമേ ഇനിയുള്ളൂ. നീ എത്ര ചീപ്പായിട്ടാ ബിഹേവ് ചെയ്തെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ ഇങ്ങോട്ട് വരാത്തതായിരുന്നു നല്ലത്. ശ്രീ, ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് ശ്രീ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ. ഐ എം സോറി. എനിക്കൊന്ന് കേൾക്കണ്ട പ്ലീസ്. വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി ഡോക്ടറെ കാണാം. ഐ എം സോറി ഉദയ്. എന്തിന്? ശ്രീക്ക് എൻ്റെ മേലുള്ള ഓവർ ഫ്രീഡം കൊണ്ടാവും അവൾ ഉദയോട് അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത്. അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് പ്ലീസ്. ഇറ്റ്സ് ടു മച്ച് ബോസ്. ആരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് ഈ പറയുന്നത്? ശ്രീയല്ലേ? ഷീസ് മൈ ഫിയാൻസി. അവൾക്ക് തന്നെ എന്തും പറയാനുള്ള അവകാശമുണ്ട്. അതിന് നിന്റെ എക്സ്പ്ലനേഷൻ എന്തിനാ? അതോർത്ത് കൂടുതൽ ഫീൽ ചെയ്യണ്ട. പോയി റെസ്റ്റ് എടുത്തോ. ചന്തുവിന് മെഡിസിൻസ് എടുത്തു കൊടുക്കാൻ. ഞാൻ അതൊക്കെ എടുത്തു കൊടുത്തിട്ടാ വരുന്നത്. ഋതു, നീ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യ. അവന് കുറച്ച് ബെറ്റർ ഫീൽ ഉണ്ടായാലോ. ഓക്കെ? അത്ര കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണ്ട. ഉറക്കം ഇല്ലാതായാൽ അവൻ ടയർഡായി പോവും. അതുകൊണ്ടാ. ചെറിയ മുറിവാണോ? അത്ര ചെറുതല്ല. വിരലിലെ നഖം ഇളകിയിട്ടുണ്ടെന്ന്. കോമ്പറ്റീഷനിൽ ഇനി ഗിറ്റാർ എങ്ങനെ പ്ലേ ചെയ്യുമോ എന്തോ. അവൻ ഗിറ്റാർ വായിച്ചില്ലെങ്കിൽ കോമ്പറ്റീഷൻ നടക്കില്ലേ? ഇനി ശ്രീ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങി പോരാൻ പറ.